കാലത്തിന്റെ ചക്രവാളങ്ങൾക്കും അപ്പുറം പ്രകൃതി അതിന്റെ പച്ചപ്പും ശാന്തതയും ഒളിപ്പിച്ചു വെച്ച ഒരിടമുണ്ട്. പുകമഞ്ഞ് പുതച്ച മലനിരകളും വെള്ളിനൂല് പോലെ ഒഴുകുന്ന അരുവികളും സംഗീതം മീട്ടുന്ന ആ താഴ്വരയിൽ മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം വളരെ ആഴമേറിയതായിരുന്നു. തിരക്കു പിടിച്ച ഈ ആധുനിക ലോകത്ത് നാം മറന്നുപോയ പല സത്യങ്ങളും ഇന്നും അവിടുത്തെ കാറ്റിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള അലച്ചിലിൽ പലരും വഴിതെറ്റിപ്പോകുമ്പോൾ വിളക്കുമാടം പോലെ വഴികാണിക്കുന്ന ചില മനുഷ്യരുണ്ടാകും. അത്തരത്തിൽ ഒരാളായിരുന്നു അബ്ദുൽ ഖാദർ. ലോകം അദ്ദേഹത്തെ ഒരു സൂഫി എന്ന് വിളിച്ചു. പക്ഷേ അദ്ദേഹം തന്നെത്താൻ ഒരു സാധാരണ മനുഷ്യനായി മാത്രം കണ്ടു. വാക്കുകളേക്കാൾ മൗനത്തിനും പ്രസംഗത്തെക്കാൾ പ്രവൃത്തിക്കും പ്രാധാന്യം നൽകിയ ഒരാൾ. സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവ സ്വന്തം ഉള്ളിൽ പേറുന്ന ഒരു മനുഷ്യനെ എങ്ങനെ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ വിധി മാറ്റാൻ കഴിയുമെന്നും അഹങ്കാരത്തിന്റെ കോട്ടകൾ സ്നേഹത്തിനു മുന്നിൽ എങ്ങനെ തകർന്നടിയുമെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത്ഭുതങ്ങൾ എന്നത് ആകാശത്തു നിന്ന് വീഴുന്ന ഒന്നല്ലെന്നും അത് മനുഷ്യർക്കിടയിലെ പരസ്പര ധാരണയിൽ നിന്നും കരുണയിൽ നിന്നും ഉദിക്കുന്നതാണെന്നും പറഞ്ഞു തരുന്ന അബ്ദുൽ ഖാദറിന്റെയും ആ താഴ്വരയുടെയും കഥ ഇവിടെ തുടങ്ങുകയാണ്. സൂഫി. ഒരു വലിയ പർവ്വതനിരയുടെ താഴ്വരയിൽ ആധുനിക ലോകത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് പ്രശാന്തമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു. പച്ചപ്പും അരുവികളും നിറഞ്ഞ ആ ഗ്രാമത്തിന്റെ ഒരു കോണിൽ പണ്ട് കാലം തൊട്ടേ നിലനിൽക്കുന്ന ഒരു ചെറിയ കുടിലുണ്ട്. അവിടെയായിരുന്നു ജ്ഞാനിയായ അബ്ദുൽ ഖാദർ എന്ന സൂഫി വസിച്ചിരുന്നത്. ഗ്രാമവാസികൾക്ക് അദ്ദേഹം വെറുമൊരു മനുഷ്യനായിരുന്നില്ല, മറിച്ച് സമാധാനത്തിന്റെയും കരുണയുടെയും പ്രതീകമായിരുന്നു. പകൽ മുഴുവൻ അദ്ദേഹം തന്റെ തോട്ടത്തിൽ പണിയെടുക്കും. പക്ഷികളോടും പൂക്കളോടും സംസാരിക്കുന്ന ഒരു വിചിത്ര മനുഷ്യനായാണ് പലരും അദ്ദേഹത്തെ കണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നവർക്കെല്ലാം മനസ്സിലാകുമായിരുന്നു ആ വാക്കുകളിൽ ഒളിഞ്ഞുകിടക്കുന്ന ആഴമേറിയ അറിവ്. ഒരിക്കൽ ആ ഗ്രാമത്തിലേക്ക് അഹങ്കാരിയായ ഒരു യുവാവ് കടന്നുവന്നു. നഗരത്തിലെ ആഡംബരങ്ങളിൽ വളർന്ന അവന് ലളിതമായി ജീവിക്കുന്ന ഇങ്ങനെയുള്ള മനുഷ്യരെ പുച്ഛമായിരുന്നു. സൂഫിയെ പരീക്ഷിക്കാൻ ഉറച്ച് അവൻ ആ കുടിലിന് മുന്നിലെത്തി. ഹേ തപസ്വി, താങ്കൾ എന്തിനാണ് ഈ ഏകാന്തതയിൽ ഇങ്ങനെ സമയം കളയുന്നത്? ലോകം എത്രമാത്രം പുരോഗതി പ്രാപിച്ചു എന്ന് താങ്കൾക്കറിയാമോ? യുവാവ് പരിഹാസത്തോടെ ചോദിച്ചു. അബ്ദുൽ ഖാദർ പതുക്കെ തലയുയർത്തി അവനെ നോക്കി പുഞ്ചിരിച്ചു. അദ്ദേഹം മറുപടിയായി ഒരു ചെറിയ മൺപാത്രം അവന് നേരെ നീട്ടി പറഞ്ഞു. മകനെ, ഈ പാത്രത്തിൽ ഈ അരുവിയിലെ വെള്ളം നിറച്ചു കൊണ്ടുവരാമോ? പക്ഷെ ഒരു നിബന്ധനയുണ്ട്. പാത്രം നിറയുമ്പോൾ അതിൽ ഒരു തുള്ളി പോലും പുറത്തേക്ക് തുളുമ്പാൻ പാടില്ല. യുവാവ് അത് നിസ്സാരമായി കരുതി. അവൻ അരുവിയിൽ പോയി വെള്ളം നിറച്ചു വളരെ ശ്രദ്ധയോടെ നടന്നു വന്നു. പാത്രം സൂഫിയുടെ മുന്നിൽ വെച്ചപ്പോൾ അവൻ വിജയഭാവത്തിൽ പറഞ്ഞു, നോക്കൂ, ഒരു തുള്ളി പോലും താഴെ പോയിട്ടില്ല. സൂഫി ശാന്തനായി ചോദിച്ചു, ഈ പാത്രവുമായി വരുമ്പോൾ നീ ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടോ? ആ മലനിരകളുടെ ഭംഗിയോ പക്ഷികളുടെ പാട്ടോ നീ കേട്ടോ? യുവാവ് തലയാട്ടി. ഇല്ല, എന്റെ ശ്രദ്ധ മുഴുവൻ ഈ വെള്ളത്തിലായിരുന്നു. അപ്പോൾ സൂഫി മനോഹരമായ ഒരു പാഠം അവന് നൽകി. ഇതുതന്നെയാണ് ജീവിതവും. നമ്മുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയുടെയും സ്നേഹത്തിന്റെയും വലിയൊരു ലോകം നാം കാണാതെ പോകുന്നു. നിശബ്ദതയിൽ മാത്രം കേൾക്കാൻ കഴിയുന്ന ചില സത്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഏകാന്തത തിരഞ്ഞെടുക്കുന്നത്. സൂഫിയുടെ ആ വാക്കുകൾ ആ യുവാവിന്റെ ഉള്ളിൽ തട്ടി. തന്റെ അഹങ്കാരം അലിഞ്ഞു പോകുന്നത് അവൻ അറിഞ്ഞു. പിന്നീട് ദിവസങ്ങളോളം അവൻ ആ താഴ്വരയിൽ അബ്ദുൽ ഖാദറിനൊപ്പം ചിലവഴിച്ചു. ജീവിതം എന്നത് വലിയ നേട്ടങ്ങൾ കൊയ്യുന്നതിൽ മാത്രമല്ല, മറിച്ച് ഓരോ നിമിഷത്തെയും പ്രണയിക്കുന്നതിലും മറ്റുള്ളവരിലേക്ക് കാരുണ്യം പടർത്തുന്നതിലുമാണെന്ന് അവൻ പഠിച്ചു. കാലങ്ങൾ കടന്നുപോയി. സൂഫി അബ്ദുൽ ഖാദർ ഇന്നും ആ കുടിലിലിരുന്ന് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടുന്നു. ആ വഴി കടന്നുപോകുന്ന ഏതൊരു ദാഹിച്ചവനും അവിടെ തണലും തണുത്ത വെള്ളവും സ്നേഹം നിറഞ്ഞ വാക്കുകളും ലഭിക്കുമെന്ന് ഇന്നും ആ ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു. മനസ്സിലെ അശാന്തി മാറ്റാൻ ആ താഴ്വരയിലെ കാറ്റിനു പോലും ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് ഇന്നും പറയപ്പെടുന്നു. യുവാവ് മടങ്ങിപ്പോയതിനു ശേഷം ഗ്രാമത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. വർഷങ്ങളായി പെയ്യാതിരുന്ന കഠിനമായ വരൾച്ച ആ താഴ്വരയെ പിടികൂടി. അരുവികൾ വറ്റി വരണ്ടു, മരങ്ങൾ കരിഞ്ഞുണങ്ങി. ഗ്രാമവാസികൾ പരിഭ്രാന്തരായി. അവർ പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ നിരാശരായ അവർ മലമുകളിലെ അബ്ദുൽ ഖാദറിന്റെ കുടിലിലേക്ക് നടന്നു. അവിടെ എത്തി അവർ കണ്ട കാഴ്ച വിചിത്രമായിരുന്നു. വരൾച്ചയിലും അബ്ദുൽ ഖാദറിന്റെ ചെറിയ തോട്ടത്തിലെ ചെടികൾ മാത്രം വാടിയിരുന്നില്ല. അദ്ദേഹം ഓരോ ചെടിയുടെയും ചുവട്ടിലിരുന്ന് എന്തോ മന്ത്രിക്കുന്നത് അവർ കണ്ടു. സൂഫി, ഗ്രാമം മുഴുവൻ ദാഹിച്ചു മരിക്കുകയാണ്. അങ്ങ് മാത്രം ഈ പച്ചപ്പിനിടയിൽ സുഖമായിരിക്കുന്നു. ഞങ്ങളെ സഹായിക്കാൻ അങ്ങേക്ക് കഴിയില്ലേ? ഗ്രാമത്തലവൻ സങ്കടത്തോടെ ചോദിച്ചു. അബ്ദുൽ ഖാദർ അവരെ തന്റെ തോട്ടത്തിനു നടുവിലുള്ള ഒരു വലിയ പാറയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞു, ഭൂമിക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കുന്നു, എന്നാൽ വെള്ളം നമ്മുടെ കാൽച്ചുവട്ടിൽ തന്നെയുണ്ട്. പക്ഷെ അത് പുറത്തെടുക്കാൻ സ്നേഹവും ക്ഷമയും വേണം. അദ്ദേഹം ആ പാറയിൽ പതുക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു, ഈ പാറയുടെ ഉള്ളിൽ ഒരു ഉറവയുണ്ട്. ഇത് തുറക്കണമെങ്കിൽ ഗ്രാമത്തിലെ എല്ലാവരും ഒരുമിച്ചൊരു കാര്യം ചെയ്യണം. ഇന്ന് രാത്രി ആരും ഉറങ്ങരുത്. എല്ലാവരും അവരവരുടെ വീടിനു മുന്നിൽ ഓരോ മൺചിരാതുകൾ കത്തിച്ചു വെക്കണം. വെറുതെ കത്തിച്ചാൽ പോരാ. മനസ്സിലെ എല്ലാ ദേഷ്യവും വിദ്വേഷവും ഉപേക്ഷിച്ച് അയൽവാസിയോട് ക്ഷമിച്ചു വേണം അത് ചെയ്യാൻ.
ആദ്യം ഗ്രാമവാസികൾക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. എങ്കിലും അവർ അത് ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് രാത്രി ഗ്രാമം മുഴുവൻ വെളിച്ചത്താൽ തിളങ്ങി. വർഷങ്ങളായി സംസാരിക്കാതിരുന്നവർ പരസ്പരം കെട്ടിപ്പിടിച്ചു, ക്ഷമ ചോദിച്ചു. ഗ്രാമത്തിൽ ഒരു വലിയ പോസിറ്റീവ് ഊർജം നിറഞ്ഞു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ മലമുകളിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. സൂഫി കൈവച്ച ആ വലിയ പാറ പിളർന്ന് അതിനിടയിൽ നിന്ന് തെളിനീർ ഒഴുകിത്തുടങ്ങി. ആ വെള്ളം താഴ്വരയിലേക്ക് പടർന്നു. വറ്റിയ അരുവികൾ വീണ്ടും നിറഞ്ഞു. പിന്നീട് ആളുകൾ ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ആ പാറയ്ക്കുള്ളിൽ വെള്ളമുണ്ടെന്നറിഞ്ഞത്? അതോ അങ്ങ് വല്ല മന്ത്രവിധിയും ചെയ്തതാണോ? അബ്ദുൽ ഖാദർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിൽ മന്ത്രമില്ല. മനുഷ്യരുടെ മനസ്സുകൾ തമ്മിൽ അകലുമ്പോൾ പ്രകൃതിയും നമ്മിൽ നിന്നകലും. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ കഠിനമായ അഹങ്കാരത്തിന്റെ പാറകൾ ഉടച്ചപ്പോൾ പ്രകൃതി അതിന്റെ സ്നേഹം ജലമായി പുറത്തേക്ക് വിട്ടു. ഞാൻ വെറുമൊരു നിമിത്തം മാത്രമാണ്. അന്നു മുതൽ ആ ഗ്രാമം സ്നേഹത്തിന്റെ താഴ്വര എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അബ്ദുൽ ഖാദർ തന്റെ തോട്ടത്തിൽ പുതിയ വിത്തുകൾ നട്ടു. അദ്ദേഹം തന്റെ കഥകൾ വാക്കുകളിലൂടെയല്ല, മറിച്ച് പ്രവൃത്തികളിലൂടെയാണ് ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ഇന്നും ആ മലമുകളിൽ നിന്നൊഴുകുന്ന അരുവിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഗ്രാമവാസികൾ ഓർക്കും, യഥാർത്ഥ അത്ഭുതം സ്നേഹമാണെന്ന്. മലമുകളിൽ നിന്ന് ഒഴുകി വന്ന ആ തെളിനീർ ഗ്രാമത്തിന്റെ ദാഹം തീർക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ജനങ്ങളുടെ മനസ്സിലെ കറകളെ കൂടി കഴുകിക്കളഞ്ഞു. അബ്ദുൽ ഖാദർ എന്ന ആ വന്യവയോധികൻ തന്റെ കുടിലിന്റെ ഉമ്മറത്തിരുന്ന് താഴെ താഴ്വരയിൽ പുഞ്ചിരിക്കുന്ന മനുഷ്യരെ നോക്കി തൃപ്തിയോടെ ഇരുന്നു. പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന ആ അപൂർവ നിമിഷത്തിന് അദ്ദേഹം സാക്ഷിയായി. പ്രായം അദ്ദേഹത്തെ തളർത്തിയിരുന്നെങ്കിലും ആ കണ്ണുകളിലെ തിളക്കം ഒട്ടും കുറഞ്ഞിരുന്നില്ല. തന്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം പഠിപ്പിക്കാൻ ശ്രമിച്ച പാഠം ആ ഗ്രാമം ഒടുവിൽ പഠിച്ചെടുത്തിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഉറവ വറ്റാതിരുന്നാൽ പുറത്തെ ലോകം ഒരിക്കലും വരണ്ടു പോവില്ല എന്ന് അദ്ദേഹം പതുക്കെ മന്ത്രിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു വൈകുന്നേരം ആകാശത്ത് സന്ധ്യാശോഭ പടർന്നു നിൽക്കുന്ന നേരത്ത് പ്രകൃതിയിലെ എല്ലാ പക്ഷികളും അബ്ദുൽ ഖാദറിന്റെ കുടിലിന് ചുറ്റും വന്ന് വല്ലാത്തൊരു സംഗീതം പൊഴിക്കാൻ തുടങ്ങി. അന്ന് അദ്ദേഹം തന്റെ തോട്ടത്തിലെ അവസാനത്തെ ചെടിക്കും വെള്ളമൊഴിച്ച് തന്റെ പ്രിയപ്പെട്ട മൺപാത്രം അരികിൽ വെച്ച് ദീർഘമായ ഒരു നിദ്രയിലേക്ക് വഴുതി വീണു. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും ആ താഴ്വരയിലെ ഓരോ കാറ്റിലും ഓരോ തുള്ളി വെള്ളത്തിലും അബ്ദുൽ ഖാദർ എന്ന ആ സൂഫിയുടെ മണമുണ്ടായിരുന്നു. ഇന്നും ആ മലനിരകൾക്കിടയിലൂടെ നടക്കുമ്പോൾ എവിടെയോ ഇരുന്ന് ആരോ നമ്മോട് സ്നേഹത്തെക്കുറിച്ച് മന്ത്രിക്കുന്നതായി തോന്നും. ആ അരുവി ഇന്നും വറ്റാതെ ഒഴുകുന്നു, മനുഷ്യർക്കിടയിലെ സ്നേഹം വറ്റാതിരിക്കാൻ ഒരു നിത്യസ്മാരകം പോലെ. ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും സ്നേഹത്തിന്റെ ഒരു ചെറിയ ഉറവയെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിലെ വലിയ തിരക്കുകൾക്കിടയിൽ നാം മറന്നുപോകുന്ന കൊച്ചു കൊച്ചു നന്മകളെയും പ്രകൃതിയുടെ മനോഹാരിതയെയും ഓർമ്മിപ്പിക്കാനാണ് ഈ കൊച്ചു സംരംഭത്തിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഹൃദയസ്പർശിയായ കഥകളും ജീവിത പാഠങ്ങളും ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ പിന്തുണ എനിക്ക് അത്യാവശ്യമാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമന്റായി രേഖപ്പെടുത്തുക. തുടർന്നും ഇതുപോലുള്ള നല്ല കഥകൾ കേൾക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് പുതിയ കഥകൾ പറയാനുള്ള വലിയൊരു പ്രചോദനമാണ്. സ്നേഹത്തോടെ കൂടെ നിൽക്കുന്ന ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്ത ഒരു നല്ല കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താഴ്വരേ നിൻ കൽബിലലിഞ്ഞൊരീ സൂഫി അബ്ദുൽ ഖാദറിൻ പൊരുളറിഞ്ഞീ ഗ്രാമം. കരിമ്പാറ നെഞ്ചിൽ സ്നേഹത്തിൻ ഉറവ, ദാഹം തീർക്കാനോടിയെത്തും ജനലക്ഷം. അത്ഭുതമാണീ സ്നേഹത്തിൻ പ്രവാഹം. മലഞ്ചെരുവിലെ ഖൽബാം ഗുരു അബ്ദുൽ ഖാദറിൻ മൊഴിയുണർന്നു. കരിഞ്ഞ ഭൂമിയിൽ ജീവനുണർത്താൻ മൺചിരാതുകൾ തിരി തെളിയിച്ചു. പാറ പിളർന്നൊഴുകും അരുവി അബ്ദുൽ ഖാദറിൻ സ്നേഹത്തിൻ ഉറവി. സ്നേഹത്തിൻ